മറ്റൊരു പുതുപുത്തൻ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ട്രഡീഷണൽ രീതിയിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ. അവർക്കൊക്കെ വേണ്ടി ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പഴമയുടെ പുതുമ നിലനിർത്തിക്കൊണ്ട് വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു ഒറ്റനില വീടാണ് കേട്ടോ. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് തലക്കാട് പഞ്ചായത്തിലുള്ള കലീല് സുനീറ ദമ്പതികളുടെ വീടാണ്. അപ്പൊ ഈ ട്രഡീഷണൽ ലുക്കിൽ വരുന്ന വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മുടെ വീടിന് മാച്ച് ആവുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫ്രണ്ട് ഗേറ്റും കോമ്പൗണ്ട് വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ വന്നിട്ട്. കൂടാതെ നമ്മുടെ വീട് വരുന്നത് ഒരു ട്രഡീഷണൽ ലുക്കിലല്ലേ, അപ്പൊ ട്രഡീഷണൽ രീതിയിൽ പടിപ്പുര പോലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഗേറ്റും വരുന്നത്. ഇത് വന്നിട്ട് സെക്കൻഡ് ഗേറ്റ് ആണേ. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഗേറ്റ് വന്നിട്ട്. ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോ ആ ഒരു വീടിന്റെ ലുക്ക് ഒന്ന് വന്നിട്ട് നോക്കി നിങ്ങള്. പൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായോ? എങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഇനിയിപ്പോ വീടിന് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ പടിപ്പുര പോലെ സെറ്റ് ചെയ്ത ആ ഒരു റൂഫില്ലേ, അതിനുള്ളിലായിട്ട് ഇതുപോലെ തുർക്കിഷ് ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂ ഒക്കെ വന്നിട്ടും അടിപൊളി തന്നെയാണ് കേട്ടാ. രാത്രിയിൽ നമ്മുടെ വീടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വോൾ ലൈറ്റ്സും തുർക്കിഷ് തീമിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ നൈറ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ ഇനി നമ്മൾ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2 വശത്തായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മുറ്റത്തൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ട് അതിനിടക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു വഴി ഇത് നമ്മുടെ സെക്കൻഡ് ഗേറ്റിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തതാണ് കേട്ടാ. അപ്പൊ ഇനി നമ്മുടെ വീടിന്റെ ലുക്കാണ് നോക്കുന്നത്. നല്ല ട്രഡീഷണൽ ലുക്കിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. ഏകദേശം 1990 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. പക്ക ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഓടും അവിടെ വന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കി നിങ്ങള്. വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പഴമയുടെ പുതുമ എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമ്മുടെ സിറ്റ് ഔട്ടിന്റെ 2 വശത്തായിട്ടുള്ള വോളിൽ നോക്കുകയാണെങ്കിലും 2 തരം ക്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് കറക്റ്റ് ഒരു കരിങ്കല്ലിന്റെ ടെക്സ്ചറിലും, അതുപോലെ തന്നെ മറ്റേത് വന്നിട്ട് നോക്കി ആ ഒരു വോളിൽ നീളത്തിലായിട്ട് തന്നെ ചെങ്കല്ലിന്റെ ടൈപ്പിൽ വരുന്ന ഒരു സ്റ്റോണും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് തന്നെ ആണ് കേട്ടോ. ഇതുപോലെ 6 പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് ചാരുപടിയൊക്കെ വന്നിട്ട് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് തന്നെ ആണ് കേട്ടോ. ഇത് ഒത്തിരി മനോഹരമായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരേ നീളത്തിൽ വരുന്ന 4 സ്റ്റെപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ 2 വശത്തായിട്ടും ഇതുപോലെ 3 പില്ലേഴ്സ് 3 ഭാഗത്തായിട്ട് കൊടുത്തിട്ട് വലിയൊരു സിറ്റിംഗ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ ചാരുപടിക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് മഹാഗണിന്റെ വുഡാണ് കേട്ടാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ട്. ചാരുപടിന്റെ ഡിസൈൻ മാത്രല്ല, നോക്കിയ ഈ പില്ലേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈനിങ് വന്നിട്ടും നല്ല രസമല്ലേ അത്. ഇവിടെ സിറ്റിംഗ് ഏരിയക്ക് താഴെ 2 വശത്തായിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒരു വുഡൻ ലൂവേഴ്സ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നടുക്കന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ ടേബിളും 2 വശത്തായിട്ട് 2 വുഡൻ ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 4 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നടുക്ക് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റും 2 വശത്തായിട്ട് 2 ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. തുർക്കിഷ് തീമിലാണ് കേട്ടോ ഈ ഹാങ്ങിങ് ലൈറ്റ്സും വോൾ ലൈറ്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൊതുവേ നമ്മൾ കാണുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് എന്നൊക്കെ എന്തോ ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ മെയിൻ ഡോറാണ് കേട്ടോ നോക്കുന്നത്. ഡോർ വന്നിട്ടും ഇതുപോലെ നല്ല ട്രഡീഷണൽ ലുക്കിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡോറാണ് കേട്ടാ. ഈ ഡോറിന്റെ വുഡ് വന്നിട്ടും മഹാഗണി തന്നെയാണ് കേട്ടാ. അപ്പൊ നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ നേരെ കാണുന്നത് ഇവിടുത്തെ നടുമുറ്റാണ് കേട്ടോ. അതും വളരെ ട്രഡീഷണൽ ലുക്കിൽ ചെയ്ത ഒരു നടുമുറ്റം. കൂടാതെ ഇതാണ് കേട്ടോ ഹോളിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്കൊക്കെ വന്നിട്ട്. ട്രഡീഷണലും മോഡേണും കൂടി മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ
എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഈ ഒരു 2 വശത്തായിട്ടാണ് സോഫ സീറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 സീറ്റർ സോഫ സീറ്ററും 2 വശത്തായിട്ട് 2 സിംഗിൾ സീറ്റേഴ്സും ആണ് വരുന്നത്. നല്ല കംഫർട്ട് ആയിട്ടുള്ള നല്ല ലക്ഷറി സോഫാസ് ആണ്. ഇനി നമ്മൾ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ റൂഫ് ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് ഓട് വരുന്നുണ്ട്. കൂടാതെ നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതേ നമ്മുടെ ഈ നടുമുറ്റം കാണാവേ. കറക്റ്റ് ആ ഒരു പഴയ ട്രഡീഷണൽ ലുക്ക് നിലനിർത്തിക്കൊണ്ട് ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ നടുമുറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 വശത്തായിട്ട് ഇരിക്കാനായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ ലുക്ക് വന്നിട്ട്. കൂടാതെ അവിടെ ഉള്ളിലൊക്കെ ആയിട്ട് ക്ലാരി ടൈലും ആ ഒരു ബേസിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഒരു കിഡിലൻ വൈബൻ ആയിരിക്കൂലേ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ ഈ ഒരു റൂഫിന്റെ ആ ഒരു ഡിസൈനൊക്കെ ഇല്ലേ അവിടെ നടുക്കായിട്ട് ഓപ്പൺ ആയിട്ട് അതിന് ചുറ്റും ഓടും ആ ഒരു പഴയ ട്രഡീഷണൽ ഡിസൈനൊക്കെ വന്നിട്ട് 4 വശത്തായിട്ട് 4 ഹാങ്ങിങ് ലൈറ്റ്സ് കൂടെ വന്നപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇത് കാണാനായിട്ട്. ഇന്നത്തെ മോഡൽ ലുക്കിൽ വരുന്ന നടുമുറ്റത്തിൽ നിന്നൊക്കെ ഒത്തിരി ഭംഗിയായിട്ടില്ലേ ഇത്. ഇനിയിപ്പോ ഈ ഭാഗത്ത് ഈ വോളിലായിട്ട് തന്നെ ഒരു വിന്റേജ് ക്ലോക്ക് കൂടി കൊടുത്തിട്ടുണ്ടേ. ഇവിടെ ടോട്ടല് 3 ബെഡ്റൂം ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ 2 ബെഡ്റൂം എന്റെ ഈ 2 വശത്താണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ 3ാമത്തെ ബെഡ്റൂം ഈ വാഷ്ബേസിന്റെ അടുത്തായിട്ട് ഇവിടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ 360x470 സൈസിലാണ് ഈ ഡൈനിങ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിളിന്റെ ആ ഒരു ലെഗ് ആയാലും ടേബിൾ ടോപ്പിലെ ഗ്ലാസ് ആയാലും ഒക്കെ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. അതിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ കുഷ്യൻ ചെയേഴ്സ് ആണ് വരുന്നത്. ഇനി ഇവിടെ 2 വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മളെ ലിവിംഗിൽ കണ്ട പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 വോൾ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. 3 ഡോർ വിൻഡോയാണ്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ വിൻഡോനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു കിഡിലൻ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു അക്വേറിയം ആണ് കേട്ടോ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിലേ നമ്മുടെ ആ ഒരു ഹോളിൽ നിന്ന് കയറി വരുമ്പോഴേ നമുക്ക് ഒത്തിരി ഇഷ്ടാവുന്ന തരത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മുടെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു കബോർഡ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഓപ്പൺ ആയിട്ടും അല്ലാതെയൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനുള്ളിലായിട്ട് നോക്കിയാൽ നമ്മുടെ ആ ഒരു പഴയ അയൺ ബോക്സ് ഇല്ലേ അതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ അത് കാണാന്. കൂടാതെ ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു പഴയ ഫോണും വരുന്നുണ്ട് കേട്ടോ. നല്ല രസമില്ലേ അതൊക്കെ കാണാനായിട്ട്. ഇനി നമ്മുടെ ഡൈനിങ്ങിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അത് വന്നിട്ട്. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ വാഷ് ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. വാഷ് ഏരിയ വന്നിട്ട് നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡിൽ വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു സർക്കിൾ മിററും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ മുകളിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ ലൈറ്റ്സ് വരുന്നുണ്ട്. കൂടാതെ ഇതുപോലെ ഗോൾഡൻ കളറിൽ നല്ല ലക്ഷറി ആയിട്ട് തോന്നിക്കുന്ന ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ദിവാൻ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്ത് വോളിലായിട്ടും ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വീടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് ചോദിക്കണേ. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ വാശേരിയോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. 440x330 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഒരു ഹെഡ് ബോർഡ് ഒക്കെ ആ വോളിൽ മൊത്തത്തിൽ ഫിക്സ്ഡ് ആണ്. 2 വശത്തായിട്ട് സൈഡ് ടാബിളും വന്നിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോ നമ്മൾ അവിടെ ആ ഒരു വോൾക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വോളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്തായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. അതിനോട് ചേർന്നത് ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അത് വന്നിട്ടും ഒരു ഡിഫറെന്റ് ടൈപ്പിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത്.
ഇനി ഇവിടെ ഇതാ രണ്ട് വശത്തെ വോളിലായിട്ടും ആ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഒത്തിരി മനോഹരമായ രീതിയിൽ ജിപ്സം സീലിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 160-220 സൈസിൽ നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു വശത്തായിട്ട് വാഷേരിയന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ടൈൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ശേഷം ഇനി ഇതാ ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അത് നോക്കാം. 360-300 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഹെഡ് ബോർഡ് ആ ഒരു വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. രണ്ട് വശത്തായിട്ടും രണ്ട് സൈഡ് ടാബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ആ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടും വുഡ് ആൻഡ് വൈറ്റ് തീമിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ വോളിലായിട്ടും 2 വോൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ സീലിംഗിലെ ഡിസൈൻ വരുന്നത്. മൊത്തത്തിൽ വൈറ്റ് കളറിൽ തന്നെയാണ്. കൂടാതെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ സൂപ്പർ ആയിട്ടില്ലേ. ഇനി ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 160-220 സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൂടാതെ വോളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ടൈല് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷേരിയന്റെ യൂണിറ്റും ഒരു മിററൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ റൂം നോക്കുകയാണെങ്കിലും 360-300 സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്തൊരു റൂം തന്നെയാണ്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് വന്നിട്ട് വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ. ആ ഒരു വോളിൽ ഫിക്സ്ഡ് ആണ്. രണ്ട് വശത്തായിട്ടാണെങ്കിലും സൈഡ് ടാബിളും വരുന്നുണ്ട്. ഇനി അതിന് ബാക്ക് വോളിലായിട്ടും കൂടാതെ ഈ വോളിൽ വരുന്ന സിംഗിൾ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇവിടെ വാർഡ്രോബ് വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ഇനിയിപ്പോ നമ്മൾ സീലിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ 3 റൂമിലും ജിപ്സം സീലിംഗ് ആണ് വരുന്നതെങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെ 3 റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടെ വലിപ്പമുള്ള ബാത്റൂം ആണ് കേട്ടോ ഇത്. 250-140 സൈസിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ നടുമുറ്റത്തിന്റെ 2 വശത്തു കൂടെ ഉള്ള ഒരു പാസേജ് ഇല്ലേ, ആ 2 പാസേജിലായിട്ടും സീലിംഗിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫൈനലി നമ്മൾ ഇനി ഇവിടുത്തെ കിച്ചൺ നോക്കാൻ പോവല്ലേ. കിച്ചന്റെ ഡോർ വന്നിട്ട് മോഡേണില് ഇവിടെയൊക്കെ ഒരു ട്രഡീഷണൽ രീതിയിൽ വന്നിട്ടുള്ള ഒരു ഡോറാണേ. ഏകദേശം 300-650 സൈസിൽ ഒരു നീളത്തിൽ നല്ല മോഡേൺ രീതിയിൽ ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. നമ്മളെ ട്രഡീഷണൽ ലുക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഏതൊരാൾക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഡിസൈനിങ്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഒരു സ്പേസും കൂടാതെ നമ്മുടെ CCTVന്റെ യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇതാ ഒരു ഗ്രേ കളർ തീമിലാണ് കേട്ടോ നമ്മുടെ ഈ കബോർഡ്സിന്റെ ഒക്കെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത്. ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുമാണ് നമ്മുടെ ഈ കിച്ചണ് പണിതിട്ടുള്ളത്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിൽ വലിയൊരു റാക്ക് തന്നെ വരുന്നുണ്ട്. ഇവിടെ റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നടുക്കായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവും ചിമ്മിണിയും ഒക്കെ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് 2 വശത്തായിട്ട് 2 കബോർഡ്സും 2 വശത്തായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് 2 വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ടാണെങ്കിലും ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേ കളർ തീം ആയാലും ആ ഒരു ക്യാബിൻസിന്റെ സെറ്റിംഗ്സ് ആയാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ റാക്കിന്റെ ഈ ഒരു അരികിലായിട്ടാണ് കേട്ടോ സിങ്ക് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ മുകളിലായിട്ട് നോക്കിയാൽ നമുക്ക് പാത്രം വെക്കാവുന്ന രീതിക്ക് ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മുടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ യൂണിറ്റ് കൊടുത്തിട്ട് അതിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലായിട്ടും ഒത്തിരി അപ്പർ ക്യാബിൻസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിലെ ഡിസൈൻ ആണ് കേട്ടോ. നമ്മുടെ കിച്ചണിനെ ഒത്തിരി എടുത്ത് കാണിക്കുന്ന രീതിക്കാണ് ആ ഒരു സീലിംഗ് ഡിസൈനും ഹാങ്ങിങ് ലൈറ്റും മറ്റു ലൈറ്റ്സ് ഒക്കെ വരുന്നത്. ഇനി നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം സൗകര്യത്തിൽ ചെയ്തൊരു വർക്ക് ഏരിയ ആണ് കേട്ടാ. ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഈ ഭാഗത്ത് ഒരു റാക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജും റാക്കിലായിട്ട് തന്നെ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
അവിടെ വോളിലായിട്ട് ഇതാ നമ്മുടെ കിച്ചണിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വിറക് വെക്കാനുള്ള സ്പേസും മുകളിലായിട്ട് ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിതേ പ്ലാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി മനോഹരമായ രീതിയിൽ ട്രഡീഷണൽ ലുക്കിൽ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ഇതുപോലുള്ള ഒത്തിരി നല്ല ഭംഗിയിൽ വരുന്ന വീടുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. കയറി കണ്ടോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.